ഞങ്ങള് താമസിക്കുന്ന വീട് ശരിക്കുള്ള സെറ്റ് ഇതേമംഗലം എന്ന് പറഞ്ഞ വീട് സെറ്റാണ്, ഫുൾ സെറ്റാണ്. ആ വീട് മൊത്തം സെറ്റാണ്. കുറെ അമ്മമാരും അമ്മമാരുടെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് കുറെ വർത്താനം പറയുന്നു, ആര്യൻ മോനെ എന്നൊക്കെ വിളിക്കുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാ. പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മള് ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ കാറ്ററിംഗ് സർവീസ്, കാറ്ററിംഗിന് വിളമ്പാനായിട്ട് ആ സമയത്ത് ഭയങ്കര ഇത് തന്നെയായിരുന്നു. നമുക്ക് ആ 150 എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നല്ല വിലയുള്ള പൈസ തന്നെയായിരുന്നു. അച്ഛൻ നായകനാണ്, ചേട്ടന്മാര് നായകന്മാരാണ്. അങ്ങനെ എല്ലാവരും നായകന്മാരാവാൻ പറ്റുന്ന ഒരു കഥയാണ്. എനിക്ക് പറ്റാണെങ്കിൽ നീ അവളൊന്ന് വളച്ച് കാണിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഒരു ബെറ്റൊക്കെ വെച്ച് ഞങ്ങള്. എനിക്ക് ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ കുറച്ച് ടോപ്പാണ്, ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വരുതാണ്, നീ ഇപ്പം എന്നെ ചായ കേട്ട് മന്ദം വായ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു 6-7 വർഷത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ് എണീക്കണോ? എന്നിട്ട് ഒറ്റക്കാലിൽ നിന്നിട്ടേ, ഒറ്റക്കാലിൽ നിനക്കറിയോ ഒന്ന് നിന്നോട്ടെ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്, കഥകിൻ മറവില് നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ്, കരിനിലം പരത്തുന്ന കണ്ണ്. കണ്ണുകൊണ്ട് കഥ പറയുന്ന ഒരുപാട് പെൺകുട്ടികളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് എൻ്റെ കൂടെ ചക്കമ്പക്കത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് കണ്ണുകൊണ്ട് കഥ പറയുന്ന ഒരു നായകനാണ്. ഈ നായകനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ണുകൊണ്ട് കഥ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ബട്ട് ഇപ്പോൾ കറക്റ്റ് 7 മണിയാവുമ്പോൾ നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് സാന്ത്വനം 2 എത്തുന്നുണ്ട്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ഗിരീഷ് ഗംഗാധരൻ ചേട്ടാ. വെൽക്കം ടു ദ ഷോ. നമ്മുടെ സാന്ത്വനം 2 നായകനാണ് ഗിരീഷ് ചേട്ടൻ. അപ്പൊ ആദ്യം തന്നെ ഒരു ചെറിയൊരു കൺഫ്യൂഷനിലാണ് നായകൻ ആരാണെന്നുള്ളത്. ചേട്ടൻ തന്നെയാണോ നായകൻ? അത് സാന്ത്വനം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞ ഒരു നമ്മുടെ ഒരു കുടുംബ കഥയാണ്. അപ്പം അതില് എല്ലാവരും നായകന്മാരാ ശരിക്കും പറഞ്ഞ. അച്ഛൻ നായകനാണ്, ചേട്ടന്മാര് നായകന്മാരാണ്. അങ്ങനെ എല്ലാവരും നായകന്മാരാവാൻ പറ്റുന്ന ഒരു കഥയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ഒരു കഥ. അതില് ഒരുപാട് ഈ പറഞ്ഞ പോലെ സാധാരണ സീരിയലുകളുള്ള പോലത്തെ കുറെ സംഭവങ്ങളൊന്നും ഇല്ല. അതായത് ഈ അമ്മായിയമ്മ പെരുമാള് ഉള്ള ഒരു പോര് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഇല്ലേ, അതൊന്നുമില്ല. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പോരാ. ഇത് പോരെന്ന് പറയാൻ പറ്റില്ല, രണ്ട് കുടുംബങ്ങളുടെ ഒരു കഥയാണ്. ഇപ്പൊ ഞങ്ങൾ 150 എപ്പിസോഡായി. അപ്പൊ ഇത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. കണ്ടിട്ടില്ലല്ലോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് അങ്ങനെ കണ്ടുള്ളൂ. സത്യം പറ, ഇന്നലത്തെ എപ്പിസോഡ് എന്തായാലും കണ്ടു. ഇന്നലത്തെ എപ്പിസോഡ് മാത്രം കണ്ടു. പിന്നെ കുറച്ച് പിന്നെ ഇടയ്ക്ക് ട്രോളൊക്കെ വരാറില്ലേ, അപ്പൊ കാണും. അപ്പം അങ്ങനെയാണ് രണ്ട് കുടുംബങ്ങളുടെ ഒരു. പക്ഷെ ആദ്യം ഈ നമ്മുടെ സാന്ത്വനം 2 ഇറങ്ങിയ സമയത്ത് കോമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് ഇത് കാര്യസ്ഥനല്ലേ, കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക്, ഒളിച്ചോട്ടം നടക്കുന്നു, ഏകദേശം സെയിം പ്ലോട്ട്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് കോമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യസ്ഥന്റെ റീമേക്ക് ആണോ? കാരണം ഏഷ്യാനെറ്റിൽ ഇപ്പൊ ഒരുപാട് മൂവീസ് സീരിയൽ ആണെങ്കിൽ നമ്മള് തമിഴ് സീരിയൽസിന്റെ റീമേക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുപോലെ കാര്യസ്ഥന്റെ റീമേക്ക് തന്നെയാണോ? അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യസ്ഥൻ ഉണ്ടായിരുന്നു, പിന്നെ വേറെ നന്ദൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ കഥ ഇങ്ങനെ ഓരോ വഴിത്തിരിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും സിനിമയായിട്ട് നമുക്ക് മാച്ച്. പിന്നെ വേറെ ഇതുപോലെ പറഞ്ഞായിരുന്നു, നമ്മുടെ ലാലേട്ടന്റെ ഒരു പടം ഉണ്ടല്ലോ, മിഥുനം. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഒരു ട്രിപ്പ് ഒക്കെ പോയില്ലേ, അതുകൊണ്ടായിരിക്കും. വീട്ടിലെല്ലാരും കൂടിയിട്ട് ഒരുമിച്ച് ട്രിപ്പ് പോയപ്പോ അത് മിഥുനായി. പിന്നെ ഗുരുവായൂര് പോയപ്പോ നന്ദനായി. പിന്നെ 2 വീട് തമ്മിലുള്ള പ്രശ്നം കാരണം കാര്യസ്ഥനായി. അങ്ങനെ പറയാറുണ്ട്. ശരിക്കും ഈ സിനിമകളുടെ ഒന്നും റീമേക്ക് അല്ല, ഒരു ബന്ധമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമിഴിൽ ഒരു പാണ്ഡ്യൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ട്, ഗോമതി സ്റ്റോറിന്റെ. അതെ, അത് സാന്ത്വനം സാന്ത്വനം ഉണ്ടല്ലോ, ഫസ്റ്റ് സാന്ത്വനം. ഈ സാന്ത്വനത്തിന്റെ സാന്ത്വനം റീമേക്ക് ആയിരുന്നു. ഈ പാണ്ഡ്യൻ സ്റ്റോർ എന്ന് പറഞ്ഞ തമിഴ് സീരിയൽ റീമേക്ക് ആയിരുന്നു. അപ്പൊ പാണ്ഡ്യൻ സ്റ്റോർ 2 എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത അതിന്റെ സീസൺ ഇറങ്ങി. മറ്റത് കഴിഞ്ഞപ്പം ഇപ്പൊ ഞങ്ങളപ്പോ സാന്ത്വനം 2 എന്ന് പറഞ്ഞിട്ട് അതിന്റെ റീമേക്ക്. അപ്പൊ റീമേക്ക് ആണ് ശരിക്കും, തമിഴ് റീമേക്ക് സീരിയലാണ്. പിന്നെ ഇതില്
മലയാളത്തിൻ്റെതായ കുറച്ച് കഥ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആദ്യം സാന്ത്വനം 2 എന്ന് കേട്ടപ്പോ നമ്മൾ സാന്ത്വനം 1ന്റെ ബാക്കിയാന്നാ വിചാരിച്ചത്. കാരണം പേരില് ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ. സാന്ത്വനം 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ചാർട്ടിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പരമ്പരയാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, സാന്ത്വനം എന്നുള്ള ടൈറ്റില് വരുമ്പോൾ ആദ്യം തന്നെ ആൾക്കാര് കരുതുന്ന വെച്ച് കഴിഞ്ഞാൽ പഴയ ആൾക്കാര് സാന്ത്വനം ഓൾറെഡി ഹിറ്റ് ആയിരുന്നു സീരിയൽ. അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അത് ഹിറ്റായിരിക്കുന്ന സമയത്ത് തന്നെയാണ് അത് അവര് നിർത്തിയത്. അത് അതിന്റെ ക്ലൈമാക്സ് ആയത്. അപ്പം അതിലുള്ള അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുകളായിരുന്നു. അപ്പോൾ സാന്ത്വനം 2 എന്ന് പറഞ്ഞൊരു വരുമ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അവർ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ ഇതിലെ ക്യാരക്ടേഴ്സ് ക്രൂ ഒക്കെ സ്റ്റോറി ആണെങ്കിലും ബന്ധമില്ല. ഇത് വേറെ കഥ, അത് വേറെ കഥ. ഈ പേര് ടൈറ്റിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഫസ്റ്റ് ഭയങ്കരമായിട്ട് കിട്ടിയായിരുന്നു. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കാർ. അവരെ പ്രതീക്ഷിച്ചിട്ട് ഇതാരാടാ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് എന്താ പറയാ, അത് നമ്മള് കണ്ട് ആൾക്കാർക്ക് ഇപ്പൊ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പൊ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കണ്ട് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഇനിയിപ്പൊ അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അതെ. ഇപ്പൊ സാന്ത്വനം 1 പറഞ്ഞപ്പോഴാണ് സാന്ത്വനം 1ലെ ശിവാഞ്ജലി കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ആര്യൻ മിത്ര കോംബോ അല്ലേ? നിങ്ങളുടെ ആ ഒരു കോംബോ എങ്ങനെയാണ്? മിത്ര ചേച്ചി ശരിക്കും ചേച്ചി മലയാളിയാണോ? മലയാളിയാണ്. ആള് തിരുവനന്തപുരമാണ് സ്ഥലം. നിങ്ങളുടെ ഒരു വൈബും എങ്ങനെയാ? ചില്ലാണോ? ആളെങ്ങനെയാ? ആള് കുഴപ്പമൊന്നുമില്ല. നല്ല നമ്മള് ഓഫ് സ്ക്രീനിൽ ഭയങ്കര കമ്പനിയാണ്. ഓൺ സ്ക്രീനിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കമ്പനി ആവാൻ പറ്റുന്ന സീൻസ് അല്ല. അതായത് സീരിയൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞങ്ങൾ തമ്മിൽ ഭയങ്കര പൊട്ടിയാണ്, വഴക്കാണ്. ഞങ്ങള് പണ്ട് തൊട്ടേ, അതായത് ചെറുപ്പം തൊട്ടേ വഴക്കുള്ള ആൾക്കാരാണ്. അപ്പം അവര് ഒരു യാദൃശ്ചികമായിട്ട് കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പോഴും ഈ കല്യാണം ഒട്ടും പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടി അല്ലായിരുന്നു. ഒരു സംഭവത്തിന്റെ പേര് ഇങ്ങനെ കഴിക്കേണ്ട വന്നാണ്. അപ്പം അമ്മയുടെ നിർബന്ധത്തിന്റെ പുറത്തും കൂടിയിട്ട് വന്ന കല്യാണം കഴിക്കണം. അപ്പം ആ ഇഷ്ടം അങ്ങോട്ട് വന്നിട്ടില്ല സത്യം പറഞ്ഞ. അപ്പൊ ഇനി അടുത്ത് പ്രതീക്ഷിക്കാമോ ഒരു തിരിച്ചുവരവ്? ഇനി അത് റൈറ്റർ എങ്ങനെ എഴുതണോ അതിനനുസരിച്ച് അടുത്ത് തന്നെ നമ്മൾ തിരിച്ചു വരും. അത് പ്രേക്ഷകരുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളെന്തായാലും അടുത്ത് തന്നെ തിരിച്ചു വരും. ഇങ്ങനെ കുറെ കമന്റ്സ് വരാറുണ്ട്, നിങ്ങൾ കൂടി ദേവമംഗലത്തോട്ട് വാ. ദേവമംഗലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്, അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വാർത്ത ഞാൻ പറയാം, അടുത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇപ്പൊ ദേവമംഗലം വീടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ 2 വീടുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഒരു വീട് ശരിക്കുള്ള വീടും ഒരെണ്ണം സെറ്റ് ആണ് എന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ദേവമംഗലം അതാണ് ശരിക്കുള്ള വീട്? ഞങ്ങൾ താമസിക്കുന്ന വീട് ദേവമംഗലം എന്ന് പറഞ്ഞ വീട് സെറ്റാണ്. അത് ഞങ്ങള് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫുൾ സെറ്റ് ആണ്. ആ വീട് മൊത്തം സെറ്റ് ആണ്. ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഷൂട്ടില്ലാത്തപ്പം അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് അങ്ങനെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണോ? അല്ല, സ്റ്റുഡിയോ അല്ല. ഇത് നമ്മുടെ ശ്രീകാര്യം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് തിരുവനന്തപുരത്ത് തന്നെ. അവിടെ ഒരു വീടിന്റെ തൊട്ടിപ്പുറത്ത് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ഇട്ടേക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ സാന്ത്വനം 2ന്റെ ലേറ്റസ്റ്റ് വിശേഷം എന്ന് പറഞ്ഞാല് അത് ഇപ്പൊ നമ്മളിപ്പോ കുറെ നാളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പണ്ടത്തെ സീരിയൽസിന്റെ ട്രോള് ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങിയ ഒരു സീരിയൽ എനിക്ക് തോന്നുന്നു ചന്ദ്രമഴയാണ്. ചന്ദ്രമഴ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം ഓർമ്മ വരുന്നത് അതിനകത്ത് അമൃതയാണ്. അപ്പൊ അമൃത വേറൊരു വേഷത്തില്, നമ്മുടെ മേഘ്ന ചേച്ചി വേറൊരു വേഷത്തില് വേറൊരു പേരിൽ ഇപ്പം സാന്ത്വനം 2 വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഏട്ടത്തിയമ്മയായിട്ടല്ലേ വന്നേക്കുന്നത്? അതെ, അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഏട്ടത്തിയമ്മേനെ? ഏട്ടത്തിയമ്മേനെ ഇഷ്ടപ്പെടുന്ന ഏട്ടത്തിയമ്മ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ആ ക്യാരക്ടർ നല്ല രസമായിട്ടൊരു ക്യാരക്ടറാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ കണ്ടു. ഇന്നലെ എന്തോ പെണ്ണ് കാണലിന്റെ എന്തോ ഇതൊക്കെ ആയിരുന്നു. അതായത് അച്ഛന് ഇങ്ങനെ ഒരു നിർബന്ധമുണ്ട്, ഞങ്ങളെ എല്ലാവരും ലവ് മാരേജിനെ സമ്മതിക്കത്തില്ല. അങ്ങനെ ഫസ്റ്റ് സത്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മക്കളും ലവ് മാരേജ് ആയിരുന്നു. ചേട്ടന്റെ ലവ് മാരേജ് ആയിരുന്നു, എന്റെ ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് വെച്ചാൽ അങ്ങനെയാണല്ലോ അപ്പൊ അറിയുന്നത്. ലവ് ഇല്ലെങ്കിലും അങ്ങനെയാണ്. അപ്പൊ ഇനി ലാസ്റ്റ് മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ആനന്ദ് എന്ന് പറഞ്ഞിട്ട്.
ദീപൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആർട്ടിസ്റ്റാണ് ചേട്ടൻ. അപ്പൊ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ പുള്ളിയുടെ കല്യാണമെങ്കിലും ഞാനായിട്ട് നടത്തും, ഞാൻ കൊണ്ടുവന്ന നല്ലൊരു കുട്ടീനെ കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ കണ്ടുപിടിച്ചു കൊണ്ടിരുന്ന ആളാണ് മേഘനയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇനി വരാനിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. ശരിക്കും അച്ഛൻ കണ്ടുപിടിക്കുന്നതാണോ അതെയോ മക്കള് ശരിക്കും കണ്ടുപിടിക്കുന്നതാണോ, ഏതാ നല്ലത്? ഇപ്പൊ ഇന്നലെ KK ചേട്ടനാണെങ്കിൽ ഒരു പ്രൊമോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡയലോഗ് പറയുന്നേ. ശരിക്കും ഏതാ നല്ലത്? ശരിക്കും ഏതാ നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ഈ കോളേജിലൊക്കെ നമ്മൾ റാഗിങ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ ഫസ്റ്റ് ഡേ പോകുമ്പോ തന്നെ ടെൻഷൻ ആയിരുന്നു. റാഗിങ് എത്ര നാളുണ്ടാവും റാഗിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ റാഗിങ് വഴി അതൊരു പ്രണയത്തിലാവുക, പിന്നെ പ്രണയം വിവാഹത്തിലാവുക, പിന്നെ ഇപ്പൊ അത് ബെറ്റർ ഹാഫ് ആയിട്ട് വീട്ടിലിരിക്കുക, അതൊക്കെ എല്ലാം നമ്മള് ലൈഫായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ലൈഫായിട്ട് വളരെ ബന്ധമുള്ള ഒരു സംഭവമാണ്. ആ ഒരു ട്രാക്ക് എങ്ങനെയായിരുന്നു? ആ ട്രാക്ക് എന്ന് പറഞ്ഞാ ആ കഥയിലെ നായകൻ ഞാനും നായിക എന്റെ ഭാര്യയാണ്. ശരിക്കും പറഞ്ഞ ഞാന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആണ്, ഞാൻ 3rd ഇയർ പഠിക്കുമ്പം പുള്ളിക്കാരി ഫസ്റ്റ് ഇയർ വരുന്നു. അങ്ങനെ ഞങ്ങളൊരു സീനിയർ ജൂനിയർ ബന്ധമായിരുന്നു ആദ്യം. അതും ഈ പറഞ്ഞ ഒരു കഥയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ കഥ പറയുമ്പോ ചിലർക്ക് അത് വിശ്വാസമാവുന്നില്ല. ഞാൻ ആ കഥ ഒരു ഇന്റർവ്യൂല് പറഞ്ഞപ്പോഴേ ഇത് ഉണ്ടാക്കിയ കഥയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനിനി അത് പറയാം. ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്ത, ആൾക്കാർ എന്തും പറയും. അതായത് വേറൊന്നുമില്ല, എന്റെ വീടിന്റെ അവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് പുള്ളിക്കാരുടെ വീട്. ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞ ഞാൻ 3rd ഇയർ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിൽ പഠിക്കുന്ന സമയത്താണ് ഇയാൾ വരുന്നത് കോളേജിലേക്ക്. അപ്പം ഇത് വരണേക്കാളും മുമ്പ് ഒരു സംഭവം ഉണ്ട്. ഈ കുട്ടിയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മയുടെ വീട്, മാപ്രാണെന്ന് പറയും. അപ്പം അവിടെ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അജ്മൽ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അന്നേരം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അറിയാലോ, ഇങ്ങനെ ചില്ലായിട്ട് നടക്കുന്നു, അത്യാവശ്യം ഇങ്ങനെ കോഴിത്തരൊക്കെ കാണിച്ചിട്ട് നടക്കുന്ന ഒരു വായ നോക്കി നടക്കുന്ന ഒരു സമയം. അപ്പം ഇവൻ അജ്മൽ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ അവിടെ നിന്ന് വരുന്നുണ്ട്, ശ്രീദേവി എന്നാണ് പേര്. അപ്പൊ അവള് നിനക്ക് പറ്റാണെങ്കിൽ നീ അവളൊന്ന് വളച്ച് കാണിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഒരു ബെറ്റൊക്കെ വെച്ച് ഞങ്ങള്. അപ്പം ബെറ്റ് എന്തോ സംതിങ് എന്തോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, എന്തോ ചെറിയൊരു സംഭവമാണ്, വലിയ കാര്യമായിട്ടല്ല പറയുന്നു. അപ്പം മെയിൻ ഉദ്ദേശം ഇതാണ്, വളച്ച് കാണിക്കും. എനിക്ക് ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, ഞാൻ കുറച്ച് ടോപ്പാണ് ചുമ്മാ. അപ്പം അങ്ങനെ നോക്കിയപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കിക്കോളാം, എന്തായാലും നോക്കിയിട്ട് ഞാൻ സെറ്റാക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വന്നു. പുള്ളിക്കാരി എന്നിട്ട് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഇതുപോലെ റാഗ് ചെയ്യാനായിട്ട് വിളിക്കുമ്പോഴാണ്. അവര് 3-4 പേര് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങള് വിളിച്ചു, ആളെ അടുത്തിട്ട് വിളിച്ചിട്ട് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ എന്നിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സാധനം, ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വരുന്നതാണ്, നീ ഇപ്പം എന്നെ ചായയൊക്കെ ആയിട്ട് മന്ദം വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു തുടങ്ങിയത്. ആളാണെങ്കിൽ ഇത്തിരി ഷൈ ആണ് കുറച്ച്. അപ്പം ആൾക്ക് പേടിയൊക്കെ ഉണ്ട്, പിന്നെ ഞങ്ങള് സീനിയേഴ്സ് ആണ് എന്നുള്ള പേടിയുണ്ട്. ആള് പിന്നെ ഈ ഗേൾസ് ഓൺലി എന്നൊക്കെ വന്നിട്ട് എൻ്റെ അതിന്റെ പ്രശ്നവും പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ചായ ആയിട്ട് വന്നു. അപ്പൊ പറഞ്ഞു, നീ എന്നിട്ട് മറ്റേ നാണൊക്കെ അഭിനയിക്ക്, നാണൊക്കെ വേണം, ഇങ്ങനെ ഒന്നുകൊണ്ട് നാണത്തില് ഇങ്ങനെ മറ്റേ പതുക്കെ വന്ന് മറ്റേ കാലം കൊണ്ട് മറ്റേ കളൊക്കെ വരച്ച് അതൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങള് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എന്റെ അടുത്ത് ടാസ്ക് ഉണ്ടല്ലോ, വളയ്ക്കണം എന്നുള്ള ടാസ്ക് ഉണ്ടല്ലോ. അപ്പം ഫസ്റ്റ് നമ്മള് അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഞാനാണ് ഇഷ്ടാന്നൊക്കെ പറയുന്നത്, ഇഷ്ടാന്ന് പറയുന്നു. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കലായി, ഇന്റർവെൽ സമയത്തൊക്കെ സംസാരിക്കലായി. അങ്ങനെ സംസാരിച്ചിട്ടാണ് പതുക്കെ അങ്ങനെ സെറ്റായത്. അത് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയത്. അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് കണ്ട് ക്രഷ് അടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ നേരം പോക്കിൽ തുടങ്ങി, പിന്നെ അത് സീരിയസ് ആയി, പിന്നെ അത് ഭയങ്കര അങ്ങനെ ആയിട്ടാണ് ഇപ്പതാ 3 വർഷം കഴിഞ്ഞു.
ഒരു ഒരു മോനുണ്ട്. മോനുണ്ട്. ഹർഷവർദ്ധൻ എന്നാണ് പേര്. എത്ര നാളപ്പം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു? ഞങ്ങളൊരു 6-7 വർഷത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കല്യാണം കഴിച്ചത്. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഡേറ്റ് ഫെബ്രുവരി 14 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ അന്നാണ് കല്യാണം. ഓ, ഫെബ്രുവരി 14. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ചെറിയ സെഗ്മെന്റിലോട്ട് പോവാണ്. നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമുക്കൊരു ചെറിയ സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ ഈ സെഗ്മെന്റിന്റെ പേരാണ്, നമ്മൾ ചക്കമ്പക്കം എന്നാണ് ഷോയുടെ പേര്. അപ്പൊ ഈ സെഗ്മെന്റിൽ എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ച് സീരിയലിന്റെ പേര് പറയും. അത് ഏത് സീരിയലാണെന്ന് ചേട്ടൻ ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ഇംഗ്ലീഷിൽ പറയും, ചേട്ടൻ അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ. മലയാളം സീരിയൽ തന്നെയാണോ? മലയാളം സീരിയൽ തന്നെ. ഏഷ്യാനെറ്റിലോ ഏത് ചാനലിലും ഉണ്ടാവാം, ഏതും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഫാമിലി ലാമ്പ്. ഫാമിലി ലാമ്പ്, കുടുംബവിളക്ക്. ഓക്കെ. എളുപ്പമായിരുന്നു അല്ലേ? അത് നമ്മുടെ അച്ഛനായിട്ട് ഉണ്ട് അതില്. അതെ അതെ. ഓക്കെ. അടുത്തത് മൈ സോൾഫുൾ ഡോട്ടർ. മൈ സോൾഫുൾ ഡോട്ടർ. ഇതൊക്കെ ഭയങ്കര എളുപ്പമാ, എനിക്കറിയാലോ. സോൾഫുൾ ഡോട്ടർ. ഇവിടുന്ന് ഐ സീ മീ, യു സീ യു. എന്റെ മനസ്സ് പുത്രി. ഓക്കെ. അത് തെറ്റിച്ചിട്ടോ. ഇതിന് പണിഷ്മെന്റ് കൊടുക്കാലോ. പണിഷ്മെന്റ് ഉണ്ട്. നമ്മൾ ഏത് തെറ്റിച്ചാലും എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. ഈ പണിഷ്മെന്റിന്റെ പേരാണ് സ്പോട്ട് റാഗിങ്. ചേട്ടനാണെങ്കിൽ എനിക്കറിയാം റാഗിങ് വീരനാന്ന് എനിക്കറിയാം. അപ്പൊ എന്നെ റാഗ് ചെയ്യണം. ഞാൻ ജൂനിയർ കുട്ടി, ചേട്ടൻ സീനിയർ ചേട്ടൻ. ചേട്ടനല്ലേ റാഗിങ് വീരൻ? എന്റെ അടുത്താണ് ചോദിക്കണേ. ഞാനൊക്കെ പണ്ട് പേടിച്ചു നിന്ന് വെച്ചാ. അപ്പം ജൂനിയർ ആണ്. ജൂനിയർ. എന്താ പേര്? മെഹർ. 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 എവിടെന്നാ വരുന്നേ? എറണാകുളം. എറണാകുളം എവിടെ? കലൂര്. കലൂര്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ശരി, പഠിക്കാൻ. പഠിക്കാൻ വന്നാ? ഓക്കെ. എന്നാ ഞാന് കുറച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാ അതുപോലെ ചെയ്യാൻ പറ്റുമോ? എന്തോ ഒരു കാര്യം പറഞ്ഞ അതുപോലെ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? എന്തേട്ടാ? ഒന്ന് എഴുന്നേറ്റ്. എണീക്കണോ? ഡാൻസ് കളിക്കാനൊന്നും പറയരുത്. അല്ല, എഴുന്നേൽക്ക്. എന്നിട്ട് ഒറ്റ കാലിൽ നിന്നിട്ടേ, ഒറ്റ കാലിൽ നിനക്കറിയോ? ഒന്ന് നിന്നോട്ടെ. ഒറ്റ കാലിൽ നിന്നോ. എന്നിട്ട് 2 ചാട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് ചാടി. ചാട്. മതിയില്ലേ? ഞാൻ വേറെ കാര്യം പറയാം. നല്ല പാട്ട് പറഞ്ഞ ആളല്ലേ? എന്തെങ്കിലും ഒരു പാട്ട് പാട്. എന്നെ സുഖിപ്പിച്ചോണ്ടൊരു പാട്ട് പാടണം. രാത്രി ശുഭരം. ഇത് കേട്ടാ ഞാൻ എങ്ങനെ ഞാൻ സുഖിക്കുന്ന പറയണേ? അത് കേട്ട എനിക്ക് സുഖിക്കണ പാട്ടോ? സുഖിക്കണം. കുഞ്ചിയമ്മയ്ക്കഞ്ച് മക്കളാണ്, അഞ്ചാമന പഞ്ചാര കുഞ്ചു. പാടിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും അവിടെ കോളേജിൽ പഠിക്കുമ്പോ? പാടിട്ടുണ്ട്. ഞാൻ ഈ പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? അത് ചേട്ടൻ ഡാൻസ് കളിക്കോ? അയ്യോ, കഴിഞ്ഞു പണിഷ്മെന്റ് കഴിഞ്ഞു ചേട്ടനെ. ഓക്കെ. അപ്പൊ ചേട്ടനോട് ഒരുപാട് പേർക്ക് ഭയങ്കര അസൂയാന്ന് ഞാൻ കേട്ടു. എന്തിന്? കാരണം ഞാനൊരു വോയിസ് കേൾപ്പിച്ചു തരാം. ആ വോയിസ് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും ചേട്ടന്റെ അടുത്ത് ഭയങ്കര അസൂയാന്ന്. വെക്കട്ടെ? ഗിരീഷിനെ പറ്റി എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന കാര്യം, അവൻ സെറ്റിൽ ഭയങ്കര പാവമാണ്. അവൻ നിഷ്കളങ്കനാണ്. അവന്റെ ഒരു ഗുഡ് മോർണിംഗിൽ ഉണ്ട് അവൻ തൃശ്ശൂർക്കാരനാണെന്നുള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് അസൂയ തോന്നിയ ഒരു ഇൻസിഡന്റ്, ഞങ്ങൾ ഗുരുവായൂരിൽ അവരുടെ കല്യാണത്തിന്റെ ഷൂട്ടിന് പോയ സമയത്ത് ഗിരീഷ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, അവിടുത്തെ കല്യാണ സമയത്ത് അവൻ ഗുരുവായൂരില് നടപ്പന്തലിലേക്ക് നടക്കുന്ന സമയത്ത് അമ്മമാര് കുറെ പേര് എന്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു കയറി വന്നതും അവര് വന്ന് കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കണ്ടപ്പോ സത്യമായിട്ടും ഭയങ്കര അസൂയ തോന്നി. കാരണം ഞാൻ അവന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ്. എന്നെ അമ്മമാര് ഇടിക്കാനൊക്കെ വരുന്ന സമയത്ത് അവനെ ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ പൊതിയുന്നു. ഒരു വീട്ടിലെ മോനെ പോലുള്ള ഒരു ഫീല് എല്ലാ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായ സമയത്ത് സത്യമായിട്ടും ഭയങ്കര നല്ല ഫീലായിരുന്നു. അപ്പൊ ഇവനൊരു തൃശ്ശൂരുകാരൻ പയ്യൻ ഇത്രയും ഒരു സ്വീകാര്യത, ഒരു
ഒരു ടിപ്പിക്കൽ മലയാളി പയ്യന് കിട്ടുന്ന ഒരു സ്നേഹവും ഒരു എന്താ പറയാ ആൾക്കാർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു വാത്സല്യം ഒക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. കണ്ടു തന്നെ എനിക്ക്. അപ്പൊ അവനത് എത്രമാത്രം ഹൈ തന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താ ചേട്ടാ, എന്താണ് സംഭവം? ഈ വോയിസ് നിങ്ങൾക്ക് കേട്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും. മറ്റേ നമ്മുടെ മിഥുൻ. ഇല്ല, അങ്ങനെ മനസ്സിലാൻ വഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയല്ല സൗണ്ട് കൊടുക്കുന്നത്. ഇത് മിഥുനാണ്, നമ്മുടെ ക്യാരക്ടർ മിഥുൻ. സംഭവം സത്യമാണ്. നമ്മള് ഗുരുവായൂർ ഷൂട്ട് പോയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കല്യാണം നടന്നത് അവിടെ വെച്ചിട്ടാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയത്. അപ്പൊ അതിന്റെ കൂടെ വേറൊരു സംഭവം ഉണ്ട്. അവനെ കൊറേ ചേച്ചിമാരെ അവൻ തല്ലാനും പഠിപ്പിച്ചിരുന്നു അവിടെ വെച്ചിട്ട്. പൈസ കെട്ടോണ്ട് പോയതിനാ? അല്ലല്ല, ഈ പുള്ളി നെഗറ്റീവാണ്. ഈ പറഞ്ഞ പോലെ ഇവളെ ഈ ഞാൻ പറഞ്ഞല്ലോ തേച്ചിട്ട് സ്വർണ്ണം കൊണ്ട് പോണത്. അപ്പം അത് പക്ഷെ അതിനു മുമ്പേ ഈ പുള്ളി നെഗറ്റീവ് ക്യാരക്ടർ ആണെന്നുള്ളത് ഓൾറെഡി ഓഡിയൻസിനൊക്കെ അറിയാലോ. അപ്പൊ അവിടുത്തെ ഒരു അമ്മൂമ്മ ഇവൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നേരത്തെ വന്നിട്ട് ബാക്കിൽ അടിക്കാനൊക്കെ വന്നു. അത് അവന് ചോദിച്ചു കഴിഞ്ഞാ അറിയാം അല്ലേ? ഇത് പിന്നെ നമ്മളവിടെ ചെന്നപ്പോ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ സീരിയല് കാണുന്ന ആൾക്കാരുകള് കുറെ അമ്മമാരുടെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് കുറെ വർത്താനം പറയുന്നു. ആര്യൻ മോനെ എന്നൊക്കെ വിളിക്കുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാ. പിന്നെ അതില് ഒരു അമ്മൂമ്മ വന്നിട്ട് ഞാനും പ്രൊഡ്യൂസറൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഒരു താഴെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മ വന്നിട്ട് ആളുടെ കയ്യിൽ പായസം ഉണ്ടായിരുന്നേ, അവിടെ നിന്ന് മേടിക്കുന്ന പായസ. അപ്പം അത് വീട്ടിലേക്ക് മേടിച്ചോണ്ട് പോണതാണ് പുള്ളിക്കാരി. എന്നിട്ട് എന്നോട് പറഞ്ഞു ആര്യമോനല്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് ഈ പായസം കുടിക്കുന്ന പറഞ്ഞിട്ട് ചേച്ചി അതിനകത്തുള്ള പായസമൊക്കെ നമുക്ക് എടുത്തു തന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വെച്ചിട്ടുണ്ടായിരുന്ന പായസമൊക്കെ നമുക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞ പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ ആര്യൻ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ടോ? ആര്യൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ പേര് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് എന്റെ പേര് അറിഞ്ഞൂടാ. ആര്യൻ തന്നെ വിളിക്കണേ. വിളിച്ച് എനിക്ക് ഒരുപാട് എപ്പിസോഡായി. ഇപ്പൊ എത്ര എപ്പിസോഡായി? 150 എപ്പിസോഡ്. അപ്പം അത്രയും എല്ലാവരും സ്ഥിരം, ഞാൻ പറഞ്ഞില്ലേ 7 മണിക്കാണെങ്കിൽ എല്ലാരും വെയിറ്റിംഗ് ആണ് സാന്ത്വനം 2 ലൈക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും നാളും എല്ലാവരുടെയും മനസ്സിൽ ഓൾറെഡി ആര്യനായിട്ട് ഇങ്ങനെ കണ്ടോണ്ടാണ് പുറത്തു പോകുമ്പോഴും എപ്പോഴും ആര്യൻ എന്ന് വിളിച്ചു വരുന്നത്. സത്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ക്യാരക്ടർ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ശരിക്കും പറഞ്ഞ അരുൺ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പുള്ളിയാണ് ഞങ്ങളുടെ സീരിയലിന് ധർമ്മൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്ന, അതായത് അമ്മാവനായിട്ട് അമ്മയുടെ ആങ്ങളായിട്ട് ചെയ്യുന്ന പുള്ളിയാണ് എന്നെ കഥാനായികയിൽ വെച്ച് കാണുന്നതും ഒരു ദിവസത്തെ പരിചയമുള്ളൂ ഞങ്ങൾ തമ്മിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു പ്രൊജക്ട് കാണാനുണ്ട്, നീ എന്തെങ്കിലും ഫോട്ടോസ് ആക്കി നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അയക്കുന്നത്. അങ്ങനെ അയച്ചിട്ടാണ് കൺട്രോളർ ബിജുവേട്ടൻ ആളാണ് പ്രൊഡ്യൂസറെ കാണിക്കുന്നതും. പിന്നെ ഒരു സ്ക്രീൻ ടെസ്റ്റ്, അത് കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മള് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ട് നായകന്മാരുടെയും മനസ്സിലെ നായിക ഒരാൾ തന്നെ. നായകൻ നമ്മൾ സിനിമ കണ്ടുപിടിക്കുന്നത്. അതെ, ഓക്കെ. 2 നായകന്മാരുടെയും മനസ്സിലെ നായിക ഒരാൾ തന്നെ. 2 നായികമാരുടെയും മനസ്സിലെ നായകൻ ഒരാൾ തന്നെ. പക്ഷെ ഫുൾ കൺഫ്യൂഷൻ. ഏതാണ് സിനിമ? പറയൂ. മലയാളമാണോ? ആ, 2 നായകന്മാരുടെയും മനസ്സിലെ നായിക ഒരാൾ തന്നെ. 2 നായികമാരുടെയും മനസ്സിലെ നായകൻ ഒരാൾ തന്നെ. പക്ഷെ ഫുൾ കൺഫ്യൂഷൻ. പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. തെങ്കാശിപട്ടണം ആണോ? ഇവിടുന്ന് പറഞ്ഞു കൊടുത്തായിരിക്കും. ഇല്ല, പറഞ്ഞു നോക്കിയാൽ സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ രാജമണിക്കുന്ന കേട്ടോ. രാജമണിക്കോ തെങ്കാശിപട്ടണം. ഓക്കെ, അടുത്തത്. തൊട്ടടുത്ത 2 കുടുംബക്കാർക്കിടയിലെ വഴക്ക് തീർക്കാൻ നമ്മുടെ കഥാനായകന് കഴിയുമോ? അത് ഇതല്ലേ? നേരത്തെ പറഞ്ഞ ഓക്കെ. പണ്ടത്തെ പെണ്ണല്ല ഇന്നത്തെ പെണ്ണ്. ഫിസിക്കൽ ടോർച്ചറിങ് ഒക്കെ അവിടെ വെച്ചാൽ മതി. അടിച്ചാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന നായിക. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. കഴിഞ്ഞു. എന്തോരം സമയാ? ഏതാ പടം?
ജയ ജയ ഓ, ജയ 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 ഹേ. അത് സത്യം പറഞ്ഞ കൊറേ പടങ്ങൾ അങ്ങനത്തെ മനസ്സിൽ വന്നുട്ടാ ഈ പറഞ്ഞ പോലെ. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോഴത് തെറ്റാ. ഞാൻ വേറെ ചോക്ലേറ്റ് ഒക്കെ ആലോചിച്ചു പോയി. ചോക്ലേറ്റിങ്ങില് തിരിച്ച് ഉപദ്രവിക്കുന്നില്ലല്ലോ. മറ്റേ ഇല്ല, അതാ പറഞ്ഞ തെറ്റിപ്പോയിരുന്നു. അപ്പം പണിഷ്മെന്റിലേക്ക് പോവാം. പണിഷ്മെന്റിനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. എന്താണ്? നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. എടുത്തോ. കഴിക്കാനാ? ആ ആ ഇതാണോ പണിഷ്മെന്റ്? ഇങ്ങനത്തെ പണിഷ്മെന്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഒരെണ്ണം. ഇതെന്തെങ്കിലും വല്ല പണിയായിരിക്കും. ഇത് വായി കുത്തി വെക്കണം, എന്നിട്ട് സംസാരിക്കണം. ഇത് ഒരെണ്ണോ? ഒരെണ്ണം. മറ്റേ ഹനുമാൻ ഇതുപോലെയാവും ദിലീപിന്റെ മറ്റേ കല്യാണം പോലെ. അങ്ങനെ പിടിക്കരുത്, വായിൽ കുത്തി കയറ്റി വെക്കണം. ഇത് ഒരെണ്ണം അങ്ങനെ കേറില്ല. ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ എങ്ങനെയാ. എന്റെ അമ്മേ, സിമ്പിൾ. ഇങ്ങനെ എടുക്കാം. എന്റെ ചെറിയ വായ. എന്റെ ചെറിയ വായാണേ. പകുതി പകുതി. ഓക്കെ, പകുതി വെക്കണം അല്ലേ? ശരി. എന്താണ്? ഓക്കെ. അപ്പൊ ചേട്ടാ എങ്ങനെയുണ്ട്? ബണ്ണ് എങ്ങനെയുണ്ടായിരുന്നു? ബണ്ണ് നല്ലായിരുന്നു. പക്ഷെ ബണ്ണ് വെച്ചിട്ട് വർത്താനം പറയാൻ പറ്റിയില്ല. എനിക്കൊന്നും മനസ്സിലായില്ല ചേട്ടൻ പറഞ്ഞത്. ആണോ? പക്ഷെ ഇവർക്ക് മനസ്സിലായോ? സാന്ത്വനം 2 നോക്കുന്ന ആര്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിൽ എന്താ, അച്ഛനും അമ്മയൊക്കെ കൂടുന്ന ഒരു കുടുംബത്തിൽ കുറച്ച് മടിയൊക്കെ പിടിച്ച ഒരാളാണ്. പക്ഷെ ഇതിന് ആര്യനിലോട്ട് എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഗിരീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരുപാട് മേഖലകളിൽ ഒരുപാട് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലേ? എന്തൊക്കെ ജോലിയാ ചെയ്തേക്കുന്നത്? ഞാന് പഠിച്ചിറങ്ങിയ സമയത്ത്, പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ കാറ്ററിംഗ് സർവീസ്, കാറ്ററിംഗിന് വിളമ്പാനായിട്ട് ഞാനൊക്കെ അങ്ങനെ 150 രൂപ ആ ഒരു ടൈമിലൊക്കെ 150 രൂപ കിട്ടും കയ്യില് ഒരു ദിവസം. പറയുന്നതിന് നല്ല ഫുഡ് കിട്ടും. അപ്പൊ അത് കുറെ ആൾക്കാർ നമ്മള് ആ സമയത്ത് ഭയങ്കര ഇത് തന്നെയായിരുന്നു. നമുക്ക് ആ 150 എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നല്ല വിലയുള്ള പൈസ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സമയത്ത് ഈ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ഈ ശുക്കൂറിന്റെ നടന്ന ഷോപ്പിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തത്. അങ്ങനെയാണ് അവരായിട്ടുള്ള പരിചയം. പിന്നെ അത് കഴിഞ്ഞ് ഞാന് ഇവിടെ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ഇൻഫോ പാർക്കിൽ കാക്കനാട് ജോലി കിട്ടി. അവിടെയും ഒരു 1-2 വർഷത്തോളം വർക്ക് ചെയ്തു.